പേപ്പട്ടിയും കടിച്ചിട്ടുണ്ടോ? ഒന്ന് തൊള്ളവർക്കാരെ പതുക്കെ കരയണ ശവി. 10 കാശ് ഞങ്ങളുണ്ടാകണം. പാട്ട വെച്ച് മോന്തക്ക് ഒരു പേമ്പ് കണ്ടിയാൽ ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം, എങ്ങനെ വെക്കാം, എവിടെയും വെക്കാം. ഞങ്ങളെ വെച്ചാൽ ഞങ്ങളെ വെച്ചാൽ ആശാനെ മോട്ടോർ ബൈക്കിൽ കാണുന്നില്ല ഇവിടെ. ചേട്ടനോടെ പോയിരിക്കോ? അറിയില്ല, എന്നോടൊന്നും പറഞ്ഞില്ല. എന്നാ നമുക്ക് പോവാം. വരുന്നപ്പോ ഇന്നലെ രാത്രി കോളൊന്നും കിട്ടില്ലെന്നാ തോന്നുന്നേ. മുഖത്ത് ഒരു ക്ഷീണവും ഇല്ല. പൂരവും കളിയും ഒക്കെ കഴിഞ്ഞിട്ടുള്ള വരവാ. എടാ സിദ്ധു, എന്തോ ഒരു 25 രൂപ താടാ. എന്റെ കയ്യിലില്ല ചേച്ചി. വെറുതെ വേണ്ടടാ. അയ്യേ, എനിക്കെങ്ങും വേണ്ട. എയ്ഡ്സ് ഉള്ള കാലമാ. നീ എന്താടാ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ലോ. ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? നിന്റെ അടുത്തുണ്ടോടാ 25 രൂപ എടുക്കാൻ? അയ്യോ, എന്റെ കയ്യിലൊന്നും ഇല്ല ചേച്ചി രൂപ. പിന്നെ ഒരു 5 രൂപ തരാം. നാളെ രാവിലെ ഞങ്ങൾ കളിക്കാൻ ഇറങ്ങുമ്പോ കമലമ്മ ചേച്ചി മുമ്പിൽ വന്ന് നിൽക്കണം. നല്ല ശകുനമായിരിക്കും. എന്തോട്ടാണ് നീ നിന്ന് കളിക്കണത്? ഒരു ശൃംഗാര രൂപണി വന്നിരിക്കുന്നു. കത്തി എറിഞ്ഞ ആളെ കൊല്ലം നടക്കുന്നവളല്ലേ നീ? ഈ തള്ളെന്തിനാ എന്നോട് കറിയിക്കുന്നത്? എനിക്കെന്താ ചിരിക്കാൻ പാടില്ലേ? ആശേ, വനജെ ചേട്ടനോട് പോയി? ആവോ, രാവിലെ വണ്ടിയും കൊണ്ട് ഇറങ്ങിയതാ. എടി വനജെ, ഒരു 10 രൂപ ഉണ്ടടി എടുക്കാൻ. 10 ഒന്നും ഉണ്ടാവില്ല. വേണേ 2 രൂപ തരാം. അതാർക്ക് വേണം? വേണ്ടെങ്കി വേണ്ട. അതെ, കിടക്കാൻ പോവാ? അല്ല, ഊണ് കഴിക്കാൻ പോവാ. അല്ലേ നിങ്ങളോട് പറഞ്ഞിട്ടില്ലടാ ഇവിടെ വന്ന് കളിക്കരുത്. ഇത് ഞങ്ങളുടെ വൈദ്യുതിക്കുഴപ്പല്ലേ? ചന്തയുള്ള ദിവസം മാത്രമല്ലേ ഞങ്ങൾ വരുന്നുള്ളൂ. മര്യാദ കഴിഞ്ഞിട്ട് പോകുന്നോ? ഒന്നിട്ട് പോക്കെടുക്കാം. ഇന്നത്തെ ദിവസം മാത്രമേ വല്ലതും കിട്ടുള്ളൂ. ഉപദ്രവിക്കരുത്. ഇവിടുന്ന് വല്ലതും കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് റേഷൻ വാങ്ങാൻ. നിന്നോടൊന്നും പറഞ്ഞ വിചാരമുണ്ട്. നിന്റെ ആശാമ നിന്നെയുണ്ട്. ആശാനെ, പൂരം വരെ വളരെ മോശമായിരുന്നു കേട്ടോ. ഇന്നലത്തെ കീഴ്ക്കാടത്തെ ചന്തക്കളിയും ഗുണമില്ലാണ്ട് പോയി. ഇന്നും കൂടി വാങ്ങിയില്ലെങ്കിൽ റേഷൻ കമ്പനിക്ക് അടിക്കും. നമ്മുടെ കഞ്ഞൂടി മുട്ടും. അടിക്കാം. അടി ഞാൻ അടിച്ചോളാം, നീ മാറിക്ക്. അടി വരുന്ന മാറിക്കാൻ. എന്താടാ ഭരത, എങ്ങോട്ടൊരു സർക്കിട്ട്? എടാ നീ അങ്ങോട്ട് നാഞ്ഞടി. അയ്യോ ചേച്ചി, ബാക്കി പറയരുതേ, അർത്ഥം മാറിപ്പോവും. എന്തർത്ഥം മാറൂന്ന് മനസ്സിലായില്ല. രക്ഷപ്പെട്ടു. എന്തുട്ടാറ ഈ പറയണേ? അല്ല, ഞങ്ങള് റേഷൻ മേടിക്കുന്ന കാര്യം പറഞ്ഞതാ. അതെ, ഞങ്ങള് എടാ ഭരത, നീ ഈ കിട്ടുന്ന കാശൊക്കെ പട്ടണത്തിൽ മുടക്കാതെ വല്ലപ്പോഴും 25 രൂപ എനിക്കും താടാ. നിനക്ക് ഞാൻ ഡിസ്കൗണ്ട് തരാടാ. ഒന്ന് വേഗം അടിക്കണം. ഇത് ഡീസൽ വണ്ടിയല്ലേ, എങ്ങനെ ഷർട്ടാവും? പോരാത്തിന് 4 വീലേഴ്സും പണ്ടാരം. തള്ളി ഇറക്കിയത്. നീ എന്താ ഇത്ര താമസിച്ചത്? ഇപ്പൊ പോയി 9 വണ്ടി കിട്ടുമോ? എനിക്ക് വാങ്ങാതിരണ്ടെന്ന് നീ എന്തിനാ അമ്മയോട് പറഞ്ഞത്? ഇവിടെ വാങ്ങാൻ വേറെ ആൾക്കാരുള്ളത് കൊണ്ട്. പതിവായിട്ട് ഞാനല്ലേ വാങ്ങിക്കുന്നത്. എന്താ മാറ്റി കൊടുത്തൂടെ? കുത്തകയൊന്നും തന്നിട്ടില്ലല്ലോ. കുറച്ചുനാൾ മുമ്പ് വരെ നിന്റെ നാവിന് ഇത്ര നീളമില്ലായിരുന്നല്ലോ. 4 കാശ് സമ്പാദിക്കുന്നതിന്റെ തലക്കനായിരിക്കും അല്ലേ? ആണെന്ന് കരുതിക്കോ. നിങ്ങൾക്ക് എന്താ അധികാരം ഇത്രയൊക്കെ എന്നെ വിസ്തരിക്കാൻ? എനിക്ക് അതിനുള്ള അധികാരമുണ്ട്. ബോധ്യപ്പെടുത്തണോ? വേണ്ടി വരും. അല്ല, അറിയാഞ്ഞിട്ട് ചോദിക്കുക. നിങ്ങൾ ആരാ? എന്റെ നായരോ ഇത്ര അധികാരം കാണിക്കാൻ?
രാജാവേ ആർക്കും വെക്കാം. ഇതാണ് പുള്ളി. ഇതിൽ വെച്ചാ ഇതിൽ വേ ഒന്ന് വെച്ചാൽ 2 2 വെച്ചാൽ 4 4 ഓടിയാ പിടിക്കും. വേഗം നിർത്തി പോയിക്കോ. എന്താ കറങ്ങിന്റെ കാര്യം? വേണ്ട, അതിനല്ലേ ഞാൻ വന്നത്. പിന്നെ പുതിയ SI ചാർജ് എടുത്തു. ആളിത്തിരി പെശക. ആരാ പുതിയ SI? ചെറിയ കൂലിക്കാട്. പ്രാക്ക് എന്നാ ഇരട്ട പേര്. പ്രാക്കോ? അതുകൊണ്ട് കുറച്ചു നാളത്തേക്ക് നാട്ടിൽ നിന്റെ അംഗമൊന്നും വേണ്ട. ഉപദ്രവിയാണോ ആള്? അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ഞാൻ പോട്ടെ. ആ വാടോ. പുണ്ണി ആശാനെ ഇപ്പൊ വരാ. ഭയങ്കര ചൂടാ, ഇതൊന്ന് കുടിച്ചോട്ടെ. എടാ ഭരത, ആ ഒരു 20 ചില്ലറേണ്ട താടാ. അതിനെന്താ, തരാലോ. കമലമ്മേ, ഇത് എടുക്കാത്ത നോട്ടാണല്ലോ. ഇന്നലെ ഇരുട്ടത്ത് ഒരു ദ്രോഹി പറ്റിച്ചതാ. ഇതാ മോനെ. വെച്ച് പിന്നെ തന്നാ മതി. ഒന്ന് വാടാ വേഗം. ആ ഭരത, ആ ഒരു കടം ബാക്കിയുണ്ട്. എന്ത് കടം? ഇതിന്റെ പുറത്ത് കയറ്റി എന്നെ സവാരി കൊണ്ടുവന്ന് ഏറ്റിട്ടുണ്ട്. ഓ, അത്രേ ഉള്ളൂ. ഞാൻ പേടിച്ചു പോയി. കമലമ്മ എപ്പ വേണോന്ന് പറഞ്ഞാൽ മതി, ഞാൻ അപ്പ റെഡി. ഇപ്പൊ വേണോ? ഇപ്പൊ വേണ്ട, പിന്നെ മതി. പോട്ടെ. റൈറ്റ്. ആ ആഹാ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നിരുന്ന ഞണ്ണുക. ഞാനും ആശാനും കൂടി നിങ്ങൾ എവിടെയല്ല അന്വേഷിച്ചെന്നറിയാവോ? നിങ്ങൾ ആ രാഗം തീയന്റെ മുമ്പിൽ കാണുമെന്നല്ലേ പറഞ്ഞത്? ഞങ്ങൾ എത്ര നേരം വെച്ചാൽ അവിടെ കാത്തു നിൽക്കുക. എന്നിട്ട് ആശാൻ എവിടെ? ആശാൻ അവിടെ ഉണ്ട്. ആശാന് പാന്റും ഷർട്ടും മേടിക്കണമെന്ന്. എന്ത് ആശാന് പാന്റാ? ആ സംഗതിയുള്ള തിരക്കിടില്ല. ചേട്ടാ ഇട്ട് നോക്കണോ? ഇതെങ്ങനെ? വേണ്ട വേണ്ട. നിനക്ക് എന്താ വില? കേട്ടാ 275 രൂപ. അയ്യോ, നമുക്ക് മുതലാകുകയല്ല. ഒരു 150 രൂപ വരും. പറ്റുമോ? ഇവിടെ ഫിക്സഡ് പ്രൈസ് ആണ് സാറേ. വേണ്ട, പടാ. ബാ. അത് എത്ര കാലമായിട്ട് ഇവിടെ ഇരിക്കുന്നതാ, കൊടുത്ത് ഒഴിവാക്കുന്നേ. സാറേ, വിളിക്കണേ വിളിക്കണേ. എന്താ? ഒരു 200 രൂപ തരാമോ? 175 രൂപ എന്നൊരു പൈസ കൂടുതലാണെങ്കിൽ ഉമ്മക്ക് വേണ്ട. പറ്റുമോ? ആ ശരി, കച്ചവടം നടക്കട്ടെ. ആ പോരട്ടെ. ഇതാണ് ഞാൻ പറഞ്ഞത്. വലിയ കടയുടെ ഷോ കണ്ട് കയറിയ അവന്മാര് നമ്മളെ പറ്റിക്കും. ഇതുപോലെ ചെറിയ കടയാണെങ്കിൽ നമുക്ക് വിലയും പേശാം, നല്ല സാധനവും കിട്ടും. മനസ്സിലായോ? മനസ്സിലായി. വേഗം ബാക്കി. ആ ഏതായാലും ഒന്ന് കുശാലായി. പോട്ടടാ. ആശാനോടൊന്ന് പറയാമേ. എന്താടാ ക്യാമറ കാണണോ? ഞങ്ങൾ ഇതുവരെ ഇത് കണ്ടിട്ടില്ല. ഒരാശയല്ലേ ആശാനെ? അതെന്താണെന്ന് അറിയാൻ. ആശാനെ, ഇതിന്റെ അകത്ത് മുഴുവൻ ഇരുട്ടാണല്ലോ. അതെ, ഇന്റർവ്യൂലായി കാണും. അതാ ഇവിടെ ആളില്ലാത്തത്. മുഴുവൻ ലൈറ്റിന്റെ കളിയാണല്ലോ. പെർ ഹെഡ് 40 റുപ്പീസ്. ഒരാൾക്ക് 40 രൂപ. ഓൾ റൈറ്റ്. 4 പേർക്ക് 160 രൂപ. കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഞങ്ങൾക്കും അറിയാടോ. പൈസ ആദ്യം കൊടുക്കണം. എന്തിനാ? ഞങ്ങൾ തരാതെ ഓടിപ്പോവോ? ഇല്ല സാർ, അതാണ് ഇവിടുത്തെ രീതി. എന്നാ ഇപ്പൊ കാണണ്ട പുല്ല്. വാടാ. ഏതായാലും കൊടുത്തേ പറ്റൂ. ഇപ്പഴേ കൊടുത്തേ ആശാനെ. വന്നതല്ലേ ആശാനെ? എത്ര? 160 രൂപ അല്ലേ? ആശാൻ തരും, മേടിച്ചോ. ആശാൻ കൊടുക്കുന്നത് നല്ല ആശാനല്ലേ? ആശാൻ. അയ്യോ.
എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ചേട്ടൻ ഇനി പാന്റ് ഇട്ടാ മതി. നീ എന്നെ കളിയാക്കുകയാണോ? അല്ല, നന്നായിരിക്കുന്നു. പിന്നെ കുറച്ച് ടൈറ്റ് കൂടി പോയോന്ന് സംശയം. ബാഗി എപ്പോഴത്തെ ഫാഷൻ. ബാഗ്? അതെന്താണ് ബാഗ്? നിനക്കേ ഒരു സാരി വാങ്ങണമെന്നുണ്ടായിരുന്നു. പിന്നെ പെണ്ണ് കാണാനുണ്ടെങ്കിൽ ഏതായാലും നല്ലതൊരെണ്ണം വാങ്ങണം. അപ്പോഴാവട്ടെ വിചാരിച്ചു. നല്ല സാരി എനിക്ക് ആവശ്യത്തിനുണ്ടല്ലോ. ഉണ്ട്, എന്നാലും നല്ല കാര്യത്തിനെല്ലാം നല്ലതാവണ്ടേ? ആ ഇന്നലെ നല്ല പരുവത്തിലായിരുന്നു ചേട്ടന്റെ വരവ്. കാല് ശരിക്കും നിലത്തുറച്ചിരുന്നില്ല. 100ന്റെ 200ന്റെ ബില്ലുകൾ പോക്കറ്റിൽ ഇരിപ്പുണ്ടായിരുന്നു. വല്ലപ്പോഴും ഒരു തമാശയൊക്കെ വേണ്ടടി ചേട്ടന്. നിനക്കിത് എന്ത് തോന്നി വരതാ? അല്ല, ഇനി പാന്റ് ഇട്ടില്ല എന്ന് വെച്ചൊരു കുറവ് വേണ്ട. മുണ്ടൊക്കെ പഴഞ്ചനാണെന്ന് ചിലർക്കൊക്കെ തോന്നി തുടങ്ങി. ഭരതമ്മാമ്മയുടെ പാന്റിന് എത്ര കീശയാ? 3. ഈ പാന്റ് പഴയതാകുമ്പോ എനിക്ക് തരുമോ? എന്തിനാ? അമ്മയ്ക്ക് സ്റ്റീൽ പാത്രം വാങ്ങാനാ. എന്റെ പാന്റ് ഷർട്ടും ഒക്കെ കൊടുത്ത് അമ്മ സ്റ്റീൽ പാത്രം വാങ്ങി. ഇങ്ങോട്ട് പാടാസത്തെ. ആ, സംസാരത്തിനിടയ്ക്ക് വന്ന കാര്യം വിട്ടുപോയി. മാങ്ങയുടെ പൈസ വേണ്ടേ? 2 ദിവസം കഴിയുമ്പോ ആള് വരും മാങ്ങ പറിക്കാൻ. മറ്റേ പടാ. പോടാ അവിടുന്ന്. തള്ളിക്കൊണ്ട് പോടാം. ഇതാ ഞാൻ പറയുന്നത്. വലിയ കടയാവുമ്പോ പഹയന്മാര് നമ്മളെ പറ്റില്ല. കടയാവുമ്പോ നമുക്ക് വിലയും ദേശം ഇങ്ങനെ നടുവേ വെച്ച് കീറുകയും ചെയ്യാം. വെള്ളം കണ്ടു. എന്നാലും ഒരു പെണ്ണിന്റെ ചിരി കാണാൻ വേണ്ടിയിട്ട് 175 രൂപ മുടക്കുക, എന്നിട്ട് ഡ്രസ് എടുക്കുക, അത് കീറുക, അവളുടെ മുമ്പിൽ നിന്ന് ചമ്മുക. എടാ കൊച്ചു കഴിവറവനെ, പെൺവേഷം കെട്ടിയ ഒരുത്തനെ തൊടാൻ വേണ്ടി നീ എല്ലാം കൂടെ എന്റെ 160 രൂപ വലിപ്പിച്ചു. അതിലൊന്നും ആർക്കും ഒരു വിഷമമില്ല. എനിക്കൊരു അബദ്ധം പറ്റി, സമ്മതിച്ചു. അതിങ്ങനെ ഇടക്കിടക്ക് എടുത്തു പറഞ്ഞ് നീയെക്കൂടെ ഞെളിയണതിനാടാ. വേലിപ്പത്തിലെ സാരി ചുറ്റിയതായാലും മതി നിനക്ക്. അതുകൊണ്ടാണല്ലോ എരുമയെക്കാളും ഘട്ടമായ ഒരെണ്ണത്തിന് വീട്ടിൽ വളർത്തുന്നത്. എരുമയാണെ പാലയിലും കിട്ടും, ഇത് അതുമില്ല. അനലക്ഷം വേണ്ട, സ്റ്റേറ്റ്മെന്റ് ഞാൻ പിൻവലിച്ചു, ഇനി മിണ്ടില്ല. എടാ, എനിക്ക് അവളെ ഇഷ്ടമാ. അത് പറയാൻ എനിക്കൊരു നാണവും ഇല്ല. അവൾ എന്ത് പറഞ്ഞാലും ശരി, അവളെ എനിക്ക് മറക്കാൻ ഒക്കില്ല. ഓ, ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ ആയതുകൊണ്ട് കിട്ടിയതാ. പൈസ കുടിക്കാൻ കളറ് സോഡ സർബത്ത് ചായ എന്താ? ഒന്നും വേണ്ട. പടം കൊള്ളാൻ കേട്ടോ. വിജയകാന്ത് കലക്കിയിട്ടുണ്ട്. 4 സ്റ്റണ്ടും 3 പാട്ടുണ്ട്. ഞാനിന്നലെ സെക്കൻഡ് കയറി. എന്താ? കരുണാകരൻ ചേട്ടൻ നമ്മുടെ ഫ്രണ്ടാ. അപ്പൊ വരാന്നേ. വരാനോ? ഓഹോ, നീയാണോ ഭരതൻ? പുതുക്കാട് ഉത്സവത്തിന് മുച്ചീട്ട് കളിച്ചോണ്ടിരുന്ന ഇവനെ എന്റെ കൈ കിട്ടിയതാ. അന്നിവൻ രക്ഷപ്പെട്ട് കളഞ്ഞു. എടോ കരുണാകരൻ സാർ, ഇതോട് സ്റ്റേഷനിലേക്ക് വരാൻ പറ. ശരി സാർ. വണ്ടി വിട്. പറഞ്ഞു കേട്ടല്ലോ, അങ്ങോട്ട് വന്നേക്കണം കേട്ടോ. എന്താടോ ഇവിടെ ആശാൻ വന്നില്ലേ? അകത്തുണ്ട്, ജാമ്യം എഴുതിക്കൊണ്ടിരിക്കുക വക്കീല്. ആർക്കെങ്കിലും കിട്ടിയോടാ? എനിക്കൊന്ന് കിട്ടി ഇവിടെ. ഞാൻ ഡബിൾ മീനിങ്ങിൽ ഒരു കാച്ചി. പുള്ളിക്കത് മനസ്സിലായെന്ന് തോന്നുന്നു. അതായി ഇവിടെ പൂശിയെ. അപ്പോഴും വക്കീലത്തെ വന്നതുകൊണ്ട് സാമ്പിളെ നിന്നു. ഇല്ലെങ്കിൽ മോഷണവും പിടിച്ചോറിയൊന്നും നടത്തില്ലല്ലോ സാറേ. പിന്നെ എന്തിനാ ഈ അറസ്റ്റും ജാമ്യവും ഒക്കെ? 250 രൂപ വക്കീലിന് കൊടുക്കണം. കോടതിയിലെ പിഴ വേറെ. വല്ലപ്പോഴല്ലേ ഉള്ളൂ, കുറച്ച് പിഴ കൊടുക്ക്. ഞങ്ങളൊന്ന് കുലുക്കി കുത്തിയാൽ അത് കുറ്റം. സർക്കാരിന് കുലുക്കി കുത്താം. ABCD സീരീസിൽ അവർ 1 രൂപയ്ക്ക് 1 ലക്ഷം കൊടുക്കുന്നു. ഞങ്ങൾ 1 രൂപയ്ക്ക് 2 രൂപ കൊടുക്കുന്നു. അതെ, അവര് കറക്കി കുത്തുന്നു, ഞങ്ങൾ കുലുക്കി കുത്തുന്നു. നിങ്ങൾ ഞങ്ങളെ കുലുക്കാതെ കുത്തുന്നു. അതെ.
വെക്കില്ലേ വെക്കിൽ താങ്ക്സ് വരട്ടെ. അപ്പണി പരിപാടി കൂലിക്കാരൻ എന്ത് പറഞ്ഞടാ? പുതുക്കാട്ട് വെച്ച് എന്നെ കിട്ടാത്തതിന്റെ തരിപ്പ് ഇതുവരെ മാറിയിട്ടില്ലെന്ന്. ഇനി കൈ കിട്ടുമ്പോ കണക്ക് തീർത്തോളാം. നീ എന്ത് പറഞ്ഞു? അറിയിച്ചാ മതി, സൗകര്യം പോലെ വന്ന് വാങ്ങിച്ചോളാന്ന് പറഞ്ഞു. അല്ല എന്താ? പോടാ പോട്ടെ. നിക്ക്. ഏതാടാ സിനിമാ തിയേറ്ററിൽ വെച്ച് നിന്റെ കൂടെ കണ്ട ആ പെണ്ണ്? ഗൗരി, ലക്ഷ്മിയമ്മയുടെ മോള്. ഓ, നിന്റെ. എന്താ ചോദിക്കാൻ കാരണം? അല്ല, എസ് അവളെ കണ്ടെന്ന് തോന്നുന്നു. ആ. എന്നോട് തിരിച്ചു മറിച്ചും ചോദിച്ചു. അവളേതാ? നിന്റെ ഭാര്യയാണോ, പെങ്ങളാണോ, ലവ് ആണോ, അതോ വേറെ വല്ല? ആളെ മനസ്സിലാകാത്തോണ്ട് ഞാൻ അറിയില്ലെന്ന് പറഞ്ഞു. പൂരിക്കാടന്റെ കണ്ണ് അവിടം വരെ എത്തിയല്ലേ? ഇത് അധികം നാൾ നിൽക്കില്ലടോ. 3-4 എൻക്വയറി പെൻഡിങ്ങിലാ. ഒന്നുകിൽ സസ്പെൻഷൻ അല്ലെങ്കിൽ ഡിസ്മിസൽ ഉറപ്പാണ്. ആ, കൂരിക്കാടനില്ലേ? അകത്തുണ്ട്. ഡോക്ടറിന്റെ എസ് ഐ ആയിട്ട് കൂലിക്കാരനല്ലേ, ഡോക്ടറെയൊക്കെ പരിചയം കാണും. എപ്പോഴാ ഒരു DNCയുടെ ആവശ്യം എന്ന് പറയാൻ പറ്റുമോ? DNC അതെന്താ? അത് നിനക്ക് പ്രായപൂർത്തിയാവട്ടെ, എന്നിട്ട് പറഞ്ഞ് ഓ മനസ്സിലാക്കി. ശരി ശരി ശരി. ആ, വേഗം ചെല്ലേ. വെട്ടുകാട് കളച്ചന്തേന്ന് ചെന്ന് 4 കാശുണ്ടാക്കാൻ നോക്ക്. അങ്ങോട്ട് തന്നെയാ പോകുന്നേ. വെട്ടുകാട് ഏതായാലും ഇവിടത്തെ ഏമാന്റെ അധികാര പരിധി പെടുകയല്ലോ. അവിടെ വേറെ ആമ്പിള്ളേരാണല്ലോ SI ആയിട്ടിരിക്കുന്നത്. വേടാ, ഞങ്ങൾ വരട്ടെ സാറേ. ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം, എങ്ങനെയും വെക്കാം, എവിടെയും വെക്കാം. കഷ്ടകാലത്തിന് അരഞ്ഞാണച്ചായിട്ട് പാമ്പാവെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ദാ പാമ്പ്. കാശിതാടോ? 15 രൂപ. ഇതും കൂടി വെച്ചു. ഇനി വെക്കുന്നില്ല. ഓ ശരി. അച്ഛൻ പറഞ്ഞിട്ടാ. കൈരേഖശാസ്ത്രം, ഹസ്തരേഖാശാസ്ത്രം, കൈരേഖശാസ്ത്രം. എന്താടാ, ആരും ഇല്ലേ? ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എല്ലാവരും ആ കാർണിവല്ലാത്ത. ഇവന്മാര് വലിയ ഓടാലി ആവുമല്ലോ. നീ ആ കമ്മിറ്റിക്കാർ വന്ന് കരുത്തെ പിടിക്കണമെന്നെല്ലാം ചുരുട്ടിക്കെട്ട്. വാ. എങ്ങോട്ടാ? എപ്പോ വെച്ചാലും ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, അറ്റാച്ച്ഡ് ബാത്റൂം പോലെ. ഞങ്ങളുടെ കൂടെ ഞാൻ വന്നാണ്ടല്ലോ, ഈ വിളക്ക് വെച്ച് നിന്റെ മുഖത്ത് ആസ്തരയെ ഞാൻ കരിച്ചളയും. ആ, എന്റെ മോന്ത കണ്ടില്ലേ, പൂവൻകോഴി വിശ്വസിച്ചതുപോലെ കത്തയും അവിടെ കുത്തിയിരുന്നു. ഇവിടുത്തെ ഈ പരിപാടി എന്തൊക്കെയാണെന്ന് ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടിട്ടങ്ങ് വരാം. കൂട്ടിമുട്ടാൻ നമുക്ക്. ഞങ്ങൾ വയ്ക്കട്ടെ. പിന്നെ ഗുണം കാണിക്കരുത് വെക്കണ്ടേ? പോകാം. നമുക്കൊന്ന് കയറി നോക്കാം. ഒന്ന് മാറിക്കേ, അറിയാൻ പാടില്ല. ഒന്ന് മാറിക്കേ, കാശ് പിടി. ടോക്കൺ കൊടു. എത്രയാ? ആകെ പറയാം. താൻ ടോക്കൺ കൊടു. 2 രൂപയാ? ആ ബോർഡൊന്ന് നോക്കാശാന്. 2 ദിവസം കൊണ്ട് കളിക്കാൻ വന്നു. 10 എങ്കിൽ പറയാം. 10 വരെ. 10 അവിടെ. ആ, എത്ര? 10. എനിക്കും 10. 10. പിടിച്ചോ. സൂക്ഷിച്ച്. വൈറ്റ് 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 വൈറ്റ്. ബ്ലൂ. യെല്ലോ. എത്ര കാശാണ് ഇപ്പൊ കളിച്ചു കളഞ്ഞത്. എന്റെ ആശങ്കയുടെ ഞാൻ കളിക്കട്ടെ. യെല്ലോ. കയ്യിലുണ്ടായിരുന്ന കാശ് മുഴുവൻ സൂചി എറിഞ്ഞ് കളഞ്ഞു. എന്റെ കാശ് കളിച്ചു പോയി. ഞാൻ പറഞ്ഞിട്ടല്ലോ.
ഞാൻ പറഞ്ഞതാ കളിക്കണ്ട. ഇവൻ പറഞ്ഞില്ല കളിക്കാൻ. എന്തിനാടാ കളിക്കാൻ പോയത്? ഇവർ രണ്ടുപേരും നിന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞടാ. നീ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു. ഏ, പറഞ്ഞു. ഇവൻ പറഞ്ഞു. ഇവൻ പറഞ്ഞു. മന്ത്രികൻ എന്ന പേരും പ്രശസ്തിയും കരസ്ഥമാക്കിയ അറിയ മന്ത്രികൻ ആലപ്പി രാജ്യം സംഘം നയിക്കുന്ന രാജാവ് മജിക് ലാൻഡ്. ഒരു ചോപ്പ്. ആ അവിടെ ആ. സമ്മതിച്ചു, സമ്മതിച്ചു. ആ, എടു. ഊരിക്കൊട്രാ, ഊരിക്കൊട്രാ. ആ, വേഗം കൊട്. ആ, ആ. നമ്മള് ജയിച്ചു, നമ്മള്. ആ, ഇനി എനിക്കൊരു മഞ്ഞ. എനിക്കൊരു വെള്ള. എനിക്കൊരു ചോപ്പ്. ആ, ആ. പോരെ കൈ വിട്, മതി, മതി, മതി. ആ, വിട്, വിട്. ഊര്, ഊര്. ആ സാറേ, ഒരു വെള്ള. അതെ, വെള്ള. വെള്ള മാത്രം. വൈറ്റ്. ഡബിൾ വൈറ്റ്. വൈറ്റ് ലക്കി. ഏതെല്ലാം കൂടെ എടുത്ത് റെഡിൽ വെക്കി. റെഡ് വൺ. റെഡ് ഡബിൾ. റെഡ് ട്രിപ്പിൾ. ടോക്കൺ കൊടുക്കണ്ട, സംഗതി പ്രശ്നമാവും. നീ ഇതെല്ലാം കൂടെ അങ്ങോട്ട് പോയി. ഹലോ, എനിക്ക് 3 ചാൻസ് രണ്ടല്ലേ കഴിഞ്ഞുള്ളൂ. 6 പ്രാവശ്യം എറിഞ്ഞില്ലേ? ഇനി പറ്റില്ല ശനി. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശിക്ഷ? 3 ചാൻസ് എന്ന് പറഞ്ഞാൽ 9 പ്രാവശ്യം എറിഞ്ഞ. ഞാൻ 6 പ്രാവശ്യം എറിഞ്ഞുള്ളൂ. കളിക്കാതെ സൂചിച്ചാടോ. ഇനി പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ ഒരുത്തനും ഇവിടെ കളിക്കാൻ പോണില്ല. സൂചിച്ചാടോ. കൈയെടുക്കാൻ ഉള്ള കാശ് മാറ്റി പോടാ. ഇനി ടോക്കൺ കൊടുക്കണം കേട്ടോ. മര്യാദയിലായിട്ട് എന്താണ്? പോ പോ, മാറിക്ക, അങ്ങോട്ട് മാറിക്ക, ഒറ്റ കൊടുക്കാണത്.